നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 2026 ജനുവരി മാസം തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ 2026 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകൾ നോക്കിയാലോ, ഒരുപാട് സംഭവങ്ങൾ ഈ കുറച്ച് ദിവസങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളുമാണത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് കണ്ട് പഠിച്ചതിന് ശേഷം ഇതൊന്ന് റിവിഷൻ അടിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ നോട്ട് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ട് തന്നേക്കാം. ഫ്രീ ആയിട്ട് കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ചോദ്യം പ്രതീക്ഷിക്കാം. 2024 JC ഡാനിയേൽ പുരസ്കാര ജേതാവ് ആരാണ്? ശാരദയാണ് 2024 JC ഡാനിയേൽ പുരസ്കാര ജേതാവ്. JC ഡാനിയേൽ പുരസ്കാരം മലയാള സിനിമയിലെ പരമോന്നത അവാർഡാണ് JC ഡാനിയേൽ പുരസ്കാരം. JC ഡാനിയേൽ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1992 JC ഡാനിയേൽ പുരസ്കാരം ഏർപ്പെടുത്തിയത്. 1992 ആദ്യമായി ലഭിച്ചതാണെങ്കിൽ പ്രഥമ JC ഡാനിയേൽ പുരസ്കാര ജേതാവ് ആരാണ്? TE വാസുദേവനാണ്. TE വാസുദേവൻ. പുരസ്കാര തുക എത്രയാണെന്ന് ചോദിച്ചാൽ 5 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. ആരാണ് JC ഡാനിയേൽ? മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് JC ഡാനിയേൽ ആണ്. മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രമായ വിഗതകുമാരന്റെ സംവിധായകനും നിർമ്മാതാവുമായിരുന്നു ജോസഫ് ചെല്ലയ്യ ഡാനിയേൽ എന്ന JC ഡാനിയേൽ. ഓക്കെ, വിഗതകുമാരൻ ചിത്രം പുറത്തിറങ്ങിയത് എന്നാണ്? 1928 നവംബർ മാസം 7 വിഗതകുമാരൻ എന്ന ചിത്രം പുറത്തിറങ്ങിയത്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ ചിത്രം ഏതെന്നോ ആദ്യത്തെ നിശബ്ദ ചിത്രം ഏതെന്നോ ചോദിച്ചാൽ വിഗതകുമാരനാണ്. പുറത്തിറങ്ങിയ വർഷം 1928. അപ്പൊ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ഏതാണ്? അത് താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ഏത്? അപ്പൊ നിശബ്ദ ചലച്ചിത്രം ഏതാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ചലച്ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ വിഗതകുമാരനാണ്. അതിന്റെ സംവിധായകനാണ് JC ഡാനിയേൽ. മലയാളത്തിലെ ആദ്യത്തെ അഭിനേതാവ് ആരാണെന്ന് ചോദിച്ചാലും JC ഡാനിയേൽ ആണ്. ഇനി മലയാളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ മലയാള സിനിമയിലെ ആദ്യത്തെ അഭിനേത്രി ആരാണെന്ന് ചോദിച്ചാൽ PK റോസിയാണ്. PK റോസി. JC ഡാനിയേൽ സംവിധാനം ചെയ്ത വിഗതകുമാരൻ എന്ന ചിത്രത്തിലെ നായികയായിരുന്നു PK റോസി. അപ്പൊ മലയാള സിനിമയിലെ ആദ്യത്തെ നായിക ആരാണെന്ന് ചോദിച്ചാലും PK റോസിയാണ്. JC ഡാനിയേലിന്റെ ജീവിതം പ്രമേയമാക്കി അടുത്തിടയ്ക്കല്ല, കുറച്ച് ബാക്കിലാണ്, 2013 ഒരു ചിത്രം പുറത്തിറങ്ങിയില്ലേ? ആ ചിത്രത്തിന്റെ പേരെന്താ? സെല്ലുലോയിഡ്. സെല്ലുലോയിഡ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? കമൽ സംവിധാനം ചെയ്ത് പൃഥ്വിരാജാണ് JC ഡാനിയേൽ ആ ചിത്രത്തിൽ അഭിനയിച്ചത്. 2013 പുറത്തിറങ്ങിയ ചിത്രമാണ് സെല്ലുലോയിഡ്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ 2024 JC ഡാനിയേൽ പുരസ്കാര ജേതാവ് ശാരദയാണെന്ന് പറഞ്ഞു. 2023 JC ഡാനിയേൽ പുരസ്കാര ജേതാവ് ആരാണ്? ഷാജി N കരുണാണ് 2023 പുരസ്കാര ജേതാവ്. 2022 കൂടി ഓർക്കുക TV ചന്ദ്രൻ, 2021 ഓർക്കുക KP കുമാരൻ. അപ്പൊ 21, 22, 23, 24 4 പേരുടെ പേര് ഓർക്കുമല്ലോ. 21 KP കുമാരനാണ്. 22 ആരാണ്? TV ചന്ദ്രൻ. ക്ലാസ്സിൽ ഇരുന്ന് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോണേ. അത്രയ്ക്കും അറ്റൻറ്റീവായിട്ട് ക്ലാസ്സിലിരിക്കുക. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് വേറെ സമയം കണ്ടെത്തരുത്. ഓരോ സമയവും വിലപ്പെട്ടതാണ്, അത് പാഴാക്കി കളയരുത്, എപ്പോഴും പറയുന്നത് പോലെ. ഓക്കെ, 2021 JC ഡാനിയേൽ പുരസ്കാര ജേതാവ് KP കുമാരൻ. പഠിച്ചോ? 2022 TV ചന്ദ്രൻ, 2023 ഷാജി N കരുൺ, 2024 ശാരദ. 1-2 പോയിന്റ് കൂടെ പറയാം. JC ഡാനിയേൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വനിത ആരാണ്? അത് ആറന്മുള പൊന്നമ്മയാണ്. രണ്ടാമത്തെ വനിത ആരാണെന്ന് ചോദിച്ചാൽ ഷീലയാണ്. കിട്ടിയല്ലോ അല്ലെ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സാഹിത്യ കലാ സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരം ഇമ്പോർട്ടന്റ് ആണ്. അടുത്തിടെ ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ്. NS മാധവന്റെ പ്രധാന കൃതികൾ ഏതെല്ലാം? ഹിഗ്വിറ്റ, ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനികൾ എന്നിവ NS മാധവന്റെ പ്രധാന കൃതികളാണ്. ആകാശമിഠായി എന്ന പേരിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? ബേപ്പൂരിലാണ്. ആകാശമിഠായി എന്ന പേരിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകം നിലവിൽ വരുന്നത്. ഈ 3 ചോദ്യവും കിട്ടിയോ? അപ്പോ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ കമ്പനി LGS പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിലിംസിന്റെ 50 ദിവസത്തെ ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ Day 1, Day 2 ആയിട്ട് പഠിച്ചു പോകുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് Day 1 മുതൽ Day 5 വരെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസ്. ശനി ഞായറും റിവിഷൻ, ഞായറാഴ്ച രാത്രി പരീക്ഷ.
ആ ഒരു രീതിയിലാണ് 50 ദിവസത്തെ ടൈം ടേബിൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് പഠിച്ചു പോവാം. പ്രിലിംസ് ക്രാക്ക് ചെയ്യണ്ടേ, അത് കഴിഞ്ഞ് മെയിൻസ് ക്രാക്ക് ചെയ്യണ്ടേ, ജോലി നേടണ്ടേ. അപ്പൊ അതിന് പറ്റിയ കോഴ്സ് തന്നെയാണ് കമ്പനി LGSന്റെ ബാച്ച്. പ്രിലിംസും മെയിൻസ് ഇൻക്ലൂഡഡ് ആണ്. ഫീസ് നോക്കിക്കേ, ആകെ 1399 മാത്രമേ വരുന്നുള്ളൂ. മെയിൻസ് എക്സാം കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ നിങ്ങൾക്ക് പ്രിലിംസും മെയിൻസും പഠിക്കാൻ പറ്റും. ഇനി കുറച്ച് സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളാം. ഹർഷിതം എജുടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാമേ. അതുപോലെ VFA ബെവ്കോ LD കമ്പൈൻഡ് ബാച്ച് കോഴ്സ് ആണ്. അതും ഫീസ് വളരെ കുറവായിട്ടുള്ള ഫീസാണ്. പിന്നെ 2026 ജോലി നേടണ്ടേ. അപ്പൊ 2026 എന്തോരം വേക്കൻസീസ് ആണ് കാത്തിരിക്കുന്നതെന്ന് അറിയോ? അപ്പൊ അതിൽ 5 or 6 ജോലി നിങ്ങൾ നേടണം. 1, 2 മാത്രമല്ല, 5 or 6 ജോലി നിങ്ങൾ നേടണം. അതിന് ഹർഷിതം എജുടെക് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ഈ ബാച്ച് കോഴ്സും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ബാച്ച് കോഴ്സ് ആണ്. ഇതും Day 1, Day 2, Day 3, Day 4, Day 5 തിങ്കൾ മുതൽ വെള്ളി വരെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻ. പിന്നെ പിറ്റേ ദിവസം പഠിക്കാനുള്ള പോർഷൻ തലേ ദിവസം മാത്രമേ തരത്തുള്ളൂ കേട്ടോ. എല്ലാം കൂടെ ഇട്ട് തന്നിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുന്ന രീതിയല്ല, കൂടെ നിന്ന് പഠിപ്പിക്കുന്ന രീതി തന്നെയാണ്. ശനി ഞായർ റിവിഷൻ, ഞായറാഴ്ച രാത്രി പരീക്ഷ. എല്ലാ കോഴ്സിനും ഫുൾ സിലബസ് കവറേജും കറണ്ട് അഫയേഴ്സും അതുപോലെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, റിലേറ്റഡ് ഫാക്ട്സും പഴയ SCRTയും പുതിയ SCRTയും ഒക്കെ കിട്ടും കേട്ടോ. അടുത്തൊരു ബാച്ച് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് CPO, WCPO, ഫയർമാൻ മുതലായ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലും അഡ്മിഷൻ ഓപ്പൺ ആണ്. എല്ലാത്തിലും ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. ഒരുപാട് ആൾക്കാരെ ഒന്നും നമ്മൾ എടുക്കത്തില്ല. എടുക്കുന്ന ആൾക്കാരെ വൃത്തിയായിട്ട് പഠിപ്പിച്ചു പോവുക, അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുക, അതാണ് ലക്ഷ്യം. ഓക്കെ, അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്തോളാം. നിങ്ങൾക്ക് ഫോണിലും യൂസ് ചെയ്യാം, കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. 24/7 ആപ്പിന്റെ ആക്സസിബിലിറ്റിയും ഉണ്ടായിരിക്കും. ചെക്ക് ചെയ്തോണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന 2026 AI ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെ? ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. കോവളത്താണ് 2026 AI ഉച്ചകോടി നടക്കുന്നത്. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI ഉച്ചകോടി. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. 2026 ജനുവരി മാസം ഏത് വന്യജീവി സങ്കേതമാണ് ചിത്രശലഭ സങ്കേതമായി പുനർനാമകരണം ചെയ്തത്? കണ്ണൂർ ജില്ലയിലെ ആറളം വന്യജീവി സങ്കേതമാണ് ചിത്രശലഭ സങ്കേതമായി പുനർനാമകരണം ചെയ്തത് എന്ന് ഓർക്കുക. ആറളം വന്യജീവി സങ്കേതം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2026 ജനുവരി മാസം 78ാമത് കരസേനാ ദിനാചരണത്തിന് വേദിയായത് ജയ്പൂരാണ്. കരസേന ദിനാചരണം നടന്നത് എവിടെ? 2026 ജനുവരി മാസം ജയ്പൂരാണ്. ജയ്പൂർ. അടുത്തത് ഒരു പദ്ധതിയാണ്, പ്രധാനപ്പെട്ട പദ്ധതി. പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് ഉന്നതികളിലെ വായനാശീലം. അപ്പൊ അക്ഷരം പരിചയപ്പെടുക. അക്ഷരോന്നതി എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ ഭരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഏത്? അക്ഷരോന്നതി. ഓക്കെ, അപ്പൊ പറഞ്ഞ 7 ചോദ്യവും കിട്ടിയോ? ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിച്ചില്ലേ? അടുത്തിലേക്ക് പോകാം. 2026 നടക്കുന്ന 18ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ ആതിഥേയ രാജ്യം. ബ്രിക്സ് ഉച്ചകോടി 2026 നടക്കുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. അതുകൊണ്ട് പ്രതീക്ഷിത ചോദ്യം, ഇന്ത്യയിലാണ് നടക്കുന്നത്. ഇന്ത്യയിൽ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്ന ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങളൊക്കെ കോൺഫിഡൻഷ്യലായി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ. ഇത് നടപ്പിലാക്കുന്ന സംസ്ഥാന PSC, ആദ്യത്തെ PSC നമ്മുടെ കേരള PSC തന്നെയാണ്. കേരള PSC. അപ്പൊ കേരള PSC നിലവിലെ ചെയർമാൻ ആരാണ്? ഡോക്ടർ MR ബൈജു ആണ്. 2026 ജനുവരി മാസം ഏത് രാജ്യമാണ് പ്രായപൂർത്തിയാവാനുള്ള പ്രായം 21 നിന്നും 18 കുറച്ച് നിയമം കൊണ്ടുവന്നത്? പ്രായപൂർത്തി നമ്മുടെ ഇന്ത്യയിലൊക്കെ പെൺകുട്ടികൾക്ക് 18 വയസ്സ്, ആൺകുട്ടികൾക്ക് 21 വയസ്സാണ്. അപ്പോ UAE 21 നിന്നും ഇപ്പോ പ്രായപൂർത്തി 18 കുറച്ചു. ഓക്കെ, ഓർക്കുക. അടുത്തതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 18ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് ആര്? സാധ്യതാ ചോദ്യമാണ്. ബഷീർ പുരസ്കാരം മുൻ വർഷങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. നേരത്തെ ഒരു ചോദ്യം പറഞ്ഞു, ആകാശ മിഠായി എന്ന പേരിൽ ഇദ്ദേഹത്തിന് ഒരു സ്മാരകം ഒരുങ്ങുന്ന കാര്യം പറഞ്ഞു. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ജൂലൈ 5. അത് ബഷീർ ദിനമായി ആഘോഷിക്കുന്നു. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതെല്ലാം? പാത്തുമ്മായുടെ ആട്,
എൻ്റെ ഉപ്പൂപ്പായ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു, ബാല്യകാല സഖി, ആനവാരിയും പൊൻകുരിശും, വിശ്വവിഖ്യാതമായ മൂക്ക്, പ്രേമലേഖനം, അതുപോലെ മതിലുകൾ, ഇവയൊക്കെ ആരുടെ കൃതികളാണ്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളാണ്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 18ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് എസ് ഹരീഷ് ആണ്. എസ് ഹരീഷിന്റെ പട്ടുനൂൽ പുഴു എന്ന നോവലിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പൊ എസ് ഹരീഷിന്റെ വേറൊരു കൃതി ഉണ്ടല്ലോ, മീശ എന്ന നോവൽ, അതിന് ഒരുപാട് പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പട്ടുനൂൽ പുഴു എന്ന കൃതിക്കാണ്, എന്ന നോവലിനാണ് ഇദ്ദേഹത്തിന് 18ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ കിട്ടിയോ? 12 ചോദ്യവും കിട്ടിയോ? അടുത്തയിലേക്ക് പോകാം. അടുത്തത് പരാജയപ്പെട്ട ഒരു ദൗത്യമാണ്. 2026 ISROയുടെ പ്രഥമ ദൗത്യം തന്നെ പരാജയപ്പെട്ടു. 2026 ജനുവരി മാസം 12 വിക്ഷേപണത്തിന്റെ 3ാം ഘട്ടത്തിലുണ്ടായ സാങ്കേതിക തകരാറ് മൂലം ISROയുടെ ഒരു ദൗത്യം പരാജയപ്പെട്ടു. PSLV C-62 അന്വേഷ്യ എന്ന ഉപഗ്രഹമൊക്കെ അടങ്ങിയ ഒരു ദൗത്യമായിരുന്നു PSLV C-62. അത് പരാജയപ്പെട്ടു. ഓക്കെ. 2026 മലയാറ്റൂർ പുരസ്കാര ജേതാവ്, അതും ഇമ്പോർട്ടന്റ് ആണ്, അരുന്ധതി റോയ്. അരുന്ധതി റോയ്ക്കാണ് 2026 മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത്. ആർക്കാണ് ലഭിച്ചത്? അരുന്ധതി റോയി. അടുത്തത് ഒരു കപ്പലാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പലാണ് സമുദ്രപ്രതാപ്. സമുദ്രപ്രതാപ് എന്ന കപ്പൽ ഡെവലപ്പ് ചെയ്തത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആണ്. അതും തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പലാണ് സമുദ്രപ്രതാപ്. അടുത്തത് ഒരു ഓപ്പറേഷൻ ആണ്. അമേരിക്കൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ, വാർത്തകളിലൊക്കെ ഇടം നേടിയ ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. നിങ്ങൾ കേട്ട് കാണാം, വെനിസ്വലയുടെ പ്രസിഡന്റിനെ പിടികൂടി തടവിലാക്കി അമേരിക്കൻ സൈന്യം. അപ്പൊ ആ ഒരു ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് അടുത്തൊരു ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പൊ അമേരിക്കൻ സൈന്യം വെനിസ്വല പ്രസിഡന്റിനെ പിടികൂടാൻ നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓർത്തു വെച്ചോളൂ, ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. കിട്ടിയോ? അടുത്തയിലേക്ക് പോകാം. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ്, പ്രധാനപ്പെട്ട ചോദ്യമല്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ 20 ചോദ്യം, 20 അല്ല, അതിൽ കൂടുതൽ ഫാക്ട്സും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പ്രധാനപ്പെട്ടത്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളൊന്നും നിങ്ങൾ മിസ്സാക്കി കളയരുത്. കറണ്ട് അഫയേഴ്സ് 2026 വേണ്ടി ഞാൻ പുതിയൊരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇനി ഇടുന്ന ക്ലാസ്സുകളെല്ലാം അതിനകത്ത് ഞാൻ ഇട്ടിട്ട് 1, 2, 3 ആയിട്ട് ഇട്ടിട്ട് പോവാം കേട്ടോ. അപ്പൊ 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? EP രാജഗോപാൽ. EP രാജഗോപാലിനാണ് 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. പുരസ്കാരത്തിന് അർഹമായ കൃതി ഉൾക്കഥ. ഉൾക്കഥ എന്ന കൃതിക്കാണ് ഇദ്ദേഹത്തിന് 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് എന്നോർക്കുക. അടുത്തതും പ്രധാനപ്പെട്ടത് ഉദയ്. എന്താണ് ഈ ഉദയ്? ആധാറിന്റെ പുതിയ ഭാഗ്യചിഹ്നമാണ്. ഈ ഉദയ് എന്ന ഭാഗ്യചിഹ്നം ഡെവലപ്പ് ചെയ്തത്, അല്ലെങ്കിൽ വരച്ചത്, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തത് ഒരു മലയാളിയാണ്. മലയാളി യുവാവ് അരുൺ ഗോകുലാണ് ഉദയ് എന്ന ഭാഗ്യചിഹ്നം ഡിസൈൻ ചെയ്തെടുത്തത്. അപ്പൊ അടുത്തിടെ ആധാറിന്റെ പുതിയ ഭാഗ്യചിഹ്നമായി ഉദയ് നിലവിൽ വന്നു. ഈ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്ത മലയാളി, വളരെ ഇമ്പോർട്ടന്റ്, അരുൺ ഗോകുൽ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷയായി വീണ്ടും നിയമിതയായത് ആര്? PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രധാനപ്പെട്ട ഒരു നിയമനമാണ്. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ്, കുടുംബശ്രീയുടെ ഒരു പുതിയ ബ്രാൻഡ് നിലവിൽ വന്നു, K ഇനം. 2026 ജനുവരി മാസം കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യ വിഭവങ്ങൾ ആഗോള വിപണിയിൽ എത്തുന്നതിനായിട്ട് ഒരു ബ്രാൻഡ് നിലവിൽ വന്നു. ആ ബ്രാൻഡിന്റെ പേരാണ് K ഇനം. ഓക്കെ. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഒന്ന് റിവിഷനും കൂടെ അടിച്ചു വെച്ചേക്കാം. ഇതിന്റെ നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഇട്ട് തന്നേക്കാം. ഫ്രീ ആയിട്ട് കയറി ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്തോണേ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകളൊക്കെ നടന്നു വരികയാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചിട്ട് പോകാം, പരീക്ഷ ക്രാക്ക് ചെയ്യാം. ഓക്കെ. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.